ഇപ്പൊ എന്റെ കൈ ഞാൻ സാറിന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ എന്റെ ക്യാരക്ടർ സാറിന് മനസ്സിലാകുന്ന? തീർച്ചയായിട്ടും. എന്താണ് ഡൗട്ട്? ലോകത്ത് സിമിലർ ഫേസ് കട്ടിലുള്ള 7 പേരുണ്ടാവും. ഒരാൾ ഡെൻമാർക്കിലുണ്ട്, ഒരാൾ കാനഡയിലുണ്ട്, ഒരാൾ കരുനാഗപ്പള്ളിയിലുണ്ട്. അങ്ങനെ 7 സ്ഥലങ്ങളില്. ബട്ട് നിങ്ങളുടെ കൈയുടെ കൂട്ട് അതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു കൈയുള്ള ആളും ലോകത്ത് ഉണ്ടാകും. ബൈബിളിൽ പോലും വചനം, യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 7-ാം പദ്യം പറയുന്നുണ്ട്, ദൈവം അവന്റെ കൈകളിൽ അവനെക്കുറിച്ച് അറിയാൻ മുദ്രകൾ സ്ഥാപിച്ചു എന്ന് ബൈബിളിൽ പോലും വചനങ്ങളുണ്ട്. ശരിയാണ്. ബേസിക് എന്ന് പറയുന്നത് രേഖകൾ തന്നെയാണ്. അതുപോലെ തന്നെ എന്റെ 2 കൈകൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കയ്യിലെ രേഖകളല്ല ഈ കയ്യിലുള്ളത്. ഇതിനൊക്കെ ഡിഫറൻസ് എങ്ങനെയാണ്? ഹസ്തരേഖാശാസ്ത്രത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു തത്വം എന്ന് പറയുന്നത് സ്വയം അറിയുക. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയാൻ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ടൂളാണ് കൈ. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹസ്തരേഖാശാസ്ത്രം അല്ലെങ്കിൽ പാമിസ്ട്രീനെ കുറിച്ചിട്ടാണ്. ഈ വിഷയത്തിൽ എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് സായിറാം പി സഞ്ജയ് ആണ്. സാർ നമസ്കാരം. നമസ്തേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഉത്സവങ്ങളുടെ സമയത്ത് നമ്മൾ അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ കുറെ അമ്മൂമ്മമാര് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കൈ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൈനോട്ടത്തെ കുറിച്ചിട്ടൊക്കെ അറിയുന്നത്. ഇപ്പൊ അതിന്റെ കുറച്ചുകൂടി സയന്റിഫിക് തലങ്ങൾ വന്നു, കുറച്ചുകൂടി പ്രൊഫഷണലായി അത് മാറാൻ തുടങ്ങി. എന്നാലും എന്താണ് ഈ ഹിസ്റ്ററി ഓഫ് പാമിസ്ട്രി? ഈ ഹസ്തരേഖാശാസ്ത്രത്തിന്റെ ഒരു ഹിസ്റ്ററി എന്താണ്? ഹസ്തരേഖാശാസ്ത്രത്തിന്റെ ഹിസ്റ്ററിയിലോട്ട് പോകുന്നതിന് മുമ്പ് ബേസിക്കലി നമ്മൾ ഹസ്തരേഖാശാസ്ത്രം അല്ലെങ്കിൽ പാമിസ്ട്രി എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് കൂടെ നമ്മൾ പറഞ്ഞിട്ട് അതിന്റെ ഹിസ്റ്ററിയിലോട്ട് പോവാം. ബേസിക്കലി ഹസ്തരേഖാശാസ്ത്രം എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമ്മൾ ആ കുഞ്ഞിൻ്റെ പുറത്ത് നിൽക്കുന്ന പാരൻസിനോട് അവിടുത്തെ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ പേഴ്സൺസിനോ വന്ന് പറയാണ് ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ്, ഇത്രയാണ് സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഒരു ആസ്ട്രോളജിയോ എഗനസ്റ്റ് ആയിട്ട് പറയല്ല, അത് സത്യമാണ്, ശാസ്ത്രമാണ്. അപ്പോൾ ഈ പറയുന്ന ബർത്ത് ടൈം എന്ന് പറയുന്നതിൽ പിഴവ് വരാം, തെറ്റ് വരാം. അപ്പോൾ ക്വയറ്റ് നാച്ചുറലി ഒരു നിമിഷം മാറിയാൽ തന്നെ വരാം. അപ്പോൾ ഈ ക്വയറ്റ് നാച്ചുറലി ദ ഹൊറോസ്കോപ്പ് ഇറ്റ്സെൽഫ് മേ ബി റോങ് വരാം. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് അവർക്ക് നെഗറ്റിവിറ്റിയോ പോസിറ്റിവിറ്റിയിലോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ അത് പരിപൂർണമായിട്ട് ശരിയാണെന്നുള്ളതിനൊരു അതോറിറ്റിക്കലി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഹസ്തരേഖാശാസ്ത്രത്തിന്റെ ഒരു ലെവലിലോട്ട് നമ്മൾ പറയാം. എൻ്റെ ഹിസ്റ്ററി പോകുന്നതിന് മുന്നേ ഹസ്തരേഖാശാസ്ത്രത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, ഈ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ 3 മാസം പ്രായമാകുമ്പോൾ തന്നെ ഈ കുഞ്ഞിന്റെ കൈകളിലെ ലൈൻ തെളിഞ്ഞു തുടങ്ങും. ഈ ബ്രെയിൻ ഡെവലപ്മെന്റിനൊപ്പം തന്നെ കൈകളിലെ ലൈൻ തെളിഞ്ഞു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ദൈവം വരയ്ക്കുന്ന ലൈൻസ് ആണ് ഇത്. ഓക്കെ, ഇത് ഞാൻ അതിന്റെ ഇമ്പോർട്ടൻസിലോട്ടും അതിന്റെ സ്കോപ്പിനോടും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ബിഫോർ ദാറ്റ് ഐ ജസ്റ്റ് വാണ്ട് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ വിച്ച് യു ഹാവ് ബീൻ ആസ്ക്ഡ് ടു മീ. ലൈക്ക് എന്താണ് ഇതിൻ്റെ ഹിസ്റ്ററി? ഇതിൻ്റെ ബേസിക് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമുദ്രിക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു സാമുദ്രിക ശാസ്ത്രത്തിനെ ഇതിനെ ഹസ്തരേഖനെ നമ്മൾ ഹസ്തസാമുദ്രികം എന്ന് പറയുന്നു. അപ്പോൾ ഈ സാമുദ്രികം എന്ന് പറഞ്ഞാൽ സാമുദ്രിക മഹർഷി രചിച്ച സാമുദ്രിക ശാസ്ത്രപ്രകാരം നമ്മളെ പ്രാചീന കാലഘട്ടങ്ങളിൽ ഒരു പുരുഷനെയും സ്ത്രീയെയും ഒക്കെ അനലൈസ് ചെയ്തിരുന്നത് അവരുടെ ശാരീരിക പ്രകൃതികൾ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഉച്ചം തല തൊട്ട് ഉള്ളം കാല് വരെയുള്ള ശരീരത്തിലെ പാർട്ടുകളെ ബേസ് ചെയ്തുകൊണ്ട് കാറ്റഗറൈസിങ് ലേഡീസ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്, ജെൻസ് ഇൻ ടു ഡിഫറെൻറ്റ് കാറ്റഗറീസ്, അത് ബേസ് ചെയ്തിട്ടായിരുന്നു അവർ പ്രഡിക്ഷൻ നടത്തുന്നത്. ഈവൻ മാരേജ് കോമ്പാക്റ്റബിലിറ്റി പോലും ഈ പറയുന്ന ഫിസിക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന സൂട്ടബിലിറ്റി അല്ലെങ്കിൽ കോമ്പാക്റ്റബിലിറ്റി ബേസ് ചെയ്തിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ ആൾക്കാർ കൂടുതൽ ഡ്രസ്സ് യൂസ് ചെയ്യുക, ബോഡി പാർട്സ് മറക്കുകയൊക്കെ ചെയ്യുന്ന സ്റ്റേജിലോട്ട് വരികയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മുഖസാമുദ്രികമായി, മുഖലക്ഷണ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലോട്ട് പോയി. അതിൻ്റെ അടുത്ത സ്റ്റേജിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പർദ്ദയൊക്കെ ഇടുന്ന ലെവലിൽ വന്നപ്പോഴേക്കും അത് ഹസ്തസാമുദ്രികത്തിലോട്ട് നമ്മൾ ലോപിച്ച് നമ്മൾ പോയി എത്തുന്നു. ഇനി അടിസ്ഥാനപരമായി വേദങ്ങളിൽ, അഥർവവേദത്തിൽ ഇതിനെക്കുറിച്ചിട്ട് പരാമർശങ്ങൾ പറയുന്നുണ്ട്, ഹസ്തരേഖയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. സാമുദ്രിക മഹർഷിയുടെ ഹസ്തരേഖ ശാസ്ത്രത്തെക്കുറിച്ചിട്ട് സാമുദ്രികത്ത് എന്ന് പറയുന്ന ആ ബുക്കിൽ പറയുന്നുണ്ട്. ബൃഹത് സംഹിത എന്ന് പറയുന്ന വരാഹമിഹിരൻ രചിച്ച ബുക്കിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു സ്റ്റോറി പറയുന്നത്, ശ്രീകൃഷ്ണൻ കോടാങ്കി വേഷത്തിൽ അജ്ഞാതവാസത്തിലുണ്ടായിരുന്ന പാണ്ഡവരുടെ അടുത്ത് എങ്ങനെ ആൾക്കാരെ തിരിച്ചറിയാം എന്നുള്ളതിന് കോടാങ്കി ശാസ്ത്രം എന്ന രൂപേണ ശ്രീകൃഷ്ണൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു ശാസ്ത്ര ശാഖയാണ് ഹസ്തരേഖ ശാസ്ത്രം. കൈകൾ നോക്കി നിങ്ങൾക്ക് പ്രഡിക്ഷൻസ് പറയാം എന്നുള്ളത്. അപ്പം ഇതാണ് ഇതിന്റെ വേദങ്ങളിൽ പറയുന്നുണ്ട്. വാൽമീകിയുടെ കാലഘട്ടങ്ങളിൽ ഇതുണ്ടായിരുന്നു. പഴയ കാലഘട്ടത്തിൽ ഈജിപ്തില്, ചൈനയിൽ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെയൊക്കെ അടിസ്ഥാനം നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ്.
കൗണ്ട് ലൂയി ഹാമൺ എന്ന് പറയുന്ന കെയ്റോ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ വന്ന് ഈ ഋഷീശ്വരന്മാരുടെ ഗുഹാ ക്ഷേത്രങ്ങളിലൊക്കെ സഞ്ചരിച്ച് അവിടെ മനുഷ്യ ചർമ്മങ്ങൾ ഉണക്കിയെടുത്ത് അതിലായിരുന്നു എഴുതിയിരുന്നത് കൈകളുടെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്. അദ്ദേഹം ഇവിടെ താമസിച്ച് ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഭാരതം എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് പഠിക്കാനായി അദ്ദേഹം ഇവിടെ സ്റ്റേ ചെയ്ത് അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുകയും അത് ഒരു വെസ്റ്റേൺ രീതിയിൽ ആവിഷ്കരിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് ഈ പറയുന്ന പാമിസ്ട്രി എന്ന് പറയുന്നതിന്റെ ഒരു ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് സാർ നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ ജനിച്ച സമയം നോക്കിയിട്ടാണ് നമ്മുടെ ജാതകം എഴുതപ്പെടുന്നത്. തുടർന്നുള്ള ഈ ആസ്ട്രോളജിക്കൽ അല്ലെങ്കിൽ ജ്യോതിഷപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ജനിച്ച സമയം കൊണ്ടാണ്. പക്ഷെ പാമിസ്ട്രി എന്ന് പറയുന്നത് കൃത്യമായി നമ്മുടെ കൈകൾ നോക്കി അതിലെ രേഖകൾ നോക്കി പറയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആസ്ട്രോളജിയുടെ മുകളിൽ നമുക്ക് പാമിസ്ട്രീനെ പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നത്? ഓക്കെ, ദാറ്റ്സ് എ നൈസ് ക്വസ്റ്റ്യൻ ആക്ച്വലി. ആസ്ട്രോളജിയുടെ മേളിൽ പാമിസ്ട്രി എന്ന് പറയുമ്പോൾ ഈ പാമിസ്ട്രി എന്ന് പറയുന്നത് ഒരു ആസ്ട്രോളജിയുടെ ഒരു ബ്രാഞ്ച് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ മേളിൽ നമ്മൾ പറയുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുമ്പോൾ ക്വയറ്റ് നാച്ചുറലി ഞാൻ ഫസ്റ്റ് പറഞ്ഞു, അവിടെ സമയം നമ്മളൊരു ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു ചാർട്ടാണ്, മാൻ മെയ്ഡ് ചാർട്ടാണ്. അതിൽ ആ പറയുന്ന ശാസ്ത്രത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ റോങ് ഇൻപുട്സ് മേക്ക് റോങ് ഇൻഫർമേഷൻ. പ്രോസസ്ഡ് ഡേറ്റ ഈസ് കാൾഡ് ഇൻഫർമേഷൻ. അപ്പോൾ പ്രോസസ്ഡ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ ഇറ്റ് സെൽഫ് വിൽ ബി റോങ് ആണെങ്കിൽ ദ ക്വയറ്റ് നാച്ചുറൽ ഇൻഫർമേഷൻ വിൽ ബി റോങ്. അതെ, തീർച്ചയായിട്ടും. അവിടെ ജ്യോതിഷം എന്ന് പറയുന്ന മഹത്തരമായ ഒരു ശാസ്ത്ര ശാഖയുടെ തെറ്റല്ല, അൺഫോർച്ചുനേറ്റ്ലി ടൈമിൽ വരുന്ന പിഴവ് കൊണ്ട് വരുന്നതാണ്. ശരിയാണ്, ഒരു ചെറിയൊരു സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ മാറി ഒരാളുടെ ജീവിതം തന്നെ മാറി. തീർച്ചയായിട്ടും പല മാരേജ് കോമ്പാക്റ്റബിലിറ്റിയിലും ഒക്കെ പ്രശ്നങ്ങൾ വരുന്നത് ഈ ഒരു കാര്യം കൊണ്ടും ആകാം. ഇതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നത്, ഇതിന്റെ ഒരു പോസിബിലിറ്റി ആകാം. അവിടെ ഹസ്തരേഖാ ശാസ്ത്രത്തിന് അടിസ്ഥാനപരമായി എവറി പേഴ്സൺ ഈസ് യുണീക്ക്. ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. ഇപ്പോൾ യുവർ നെയിം ഈസ് ശില്പ ആൻഡ് ശില്പാന്റെ കൂട്ട് ലോകത്ത് സിമിലർ ഫേസ് കട്ടിലുള്ള 7 പേരുണ്ടാവും. ഒരാൾ ഡെൻമാർക്കിലുണ്ട്, ഒരാൾ കാനഡയിലുണ്ട്, ഒരാൾ കരുനാഗപ്പള്ളിയിലുണ്ട്. അങ്ങനെ 7 സ്ഥലങ്ങളിൽ ശില്പ എന്ന് പറയുന്ന വ്യക്തിന്റെ കൂട്ട് 100% സിമിലർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ബട്ട് നിങ്ങളുടെ കൈയുടെ കൂടെ അതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു കൈയുള്ള ആളും ലോകത്ത് ഉണ്ടാകത്തില്ല. അവിടെയാണ് ആ യൂണീക്നെസ് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നമുക്ക് അത്രയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കൈകളുടെ രേഖകൾ എന്ന് പറഞ്ഞു, അത് തന്നെ രേഖകൾ മാത്രമല്ല, കൈയുടെ അനാലിസിസ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി ദ ലൈൻസ്, ദ ഷേപ്പ് ഓഫ് ദ ഹാൻഡ്സ്, കൈയുടെ ഷേപ്പ്, പിന്നെ കൈയുടെ ഓരോ മൗണ്ട്സ്, നഖങ്ങൾ, the way he showing his hand, ഈവൻ നമ്മൾ സ്പർശനം പോലും ഇമ്പോർട്ടൻ്റ്. ഒരു കൈ നമ്മൾ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീൽ, ചൂടാണോ തണുപ്പാണോ, ആ വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് വേണ്ട എല്ലാ കാര്യം. ഇപ്പോൾ ഒരു ഹസ്തരേഖ ശാസ്ത്രത്തിനടുത്ത് ആ വ്യക്തിക്ക് അടിസ്ഥാനപരമായ നോളജ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുന്നിൽ കൈ കാണിക്കുന്ന വ്യക്തിയുടെ കംപ്ലീറ്റ് ക്യാരക്ടർ നമുക്കറിയാൻ പറ്റും. ഇപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ് ക്യാരക്ടർ എന്നുള്ളത്. ഒബിയസ്ലി എന്ത് ക്യാരക്ടറിനെയാണ് അവിടെ ജഡ്ജ് ചെയ്യപ്പെടുന്നത്? ക്യാരക്ടർ. ഓക്കെ, ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് എ കൗണ്ടർ ക്വസ്റ്റ്യൻ ടു ദ ഇന്റർവ്യൂവർ. എന്താണ് ക്യാരക്ടറും പേഴ്സണാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? അത് രണ്ടും സെയിം ആണോ? പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്നെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ സാറിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യപ്പെടുന്ന ശില്പയല്ല ഇപ്പൊ എന്റെ കൊളീഗ്സിന് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഞാൻ ഇപ്പൊ സാറിനോട് കുറച്ചുകൂടി ഫോർമൽ ആയിരിക്കും, അവരോട് കുറച്ചും കൂടി ഇൻഫോർമൽ ആയിരിക്കും. അതെന്റെ ഞാൻ പ്രസന്റ് ചെയ്യുന്ന എന്റെ ഏതൊക്കെ ഭാഗങ്ങൾ പുറത്തു വരാം, അല്ലെങ്കിൽ എന്റെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഞാൻ പുറത്ത് കാണിക്കുന്നുള്ളൂ. ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് എന്റെ സ്വഭാവങ്ങളാണ്, അത് എന്റെ ഉള്ള സ്വഭാവങ്ങളായിരിക്കണം. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ആ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇത് കേൾക്കുന്നവർക്കാണെങ്കിലും ആ ക്ലാരിറ്റി വരണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്നു, ഇത് ക്യാരക്ടറാണോ പേഴ്സണാലിറ്റി ആണോ? പേഴ്സണാലിറ്റിയാണ്. ഓഫ് കോഴ്സ് പേഴ്സണാലിറ്റിയാണ്. ഇപ്പൊ താങ്കൾ കൊളീഗ്സിനോട് സംസാരിക്കുന്നു എന്ന് പറയുന്നതും പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, ഇപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് 100% as ശില്പ ആസ് എ പേഴ്സൺ 100% നോ ക്യാമറ ഇസ് ദെയർ. ഈവൻ ശില്പ എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നത് ദൈവം പോലും കാണുന്നില്ല എന്ന 100% അഷുറൻസ് അല്ലെങ്കിൽ ഷ്യൂരിറ്റി ഉള്ള സമയത്ത് വാട്ട് ശില്പ ഡൂയിങ് ഈസ് യുവർ ക്യാരക്ടർ. അതെ, തീർച്ചയായിട്ടും. Nobody knows that. And ശില്പയുടെ ക്യാരക്ടർ only ശില്പ knows. ഇപ്പോൾ ആസ് എ സായിറാം ബി സഞ്ജയ് എൻ്റെ ക്യാരക്ടർ ലോകത്തറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ അവിടെ നമ്മൾ 100% സെക്യൂർ ആണ്, ആരും നമ്മളെ കാണുന്നില്ല, നമ്മൾ 100% സെക്യൂർ ആണ്, ദൈവം പോലും നമ്മൾ ചെയ്യുന്നത് കാണുന്നില്ല എന്ന ഉത്തമ ബോധ്യമുള്ള ഒരു മൊമെന്റിൽ നമ്മൾ ഒന്ന് സ്വയം നമുക്കുള്ളിലോട്ടൊന്ന് നോക്കൂ. ആ സമയത്ത് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ ക്യാരക്ടർ എന്താണ്. ഈ സംഭവം
ഒരു ഹസ്തരേഖാ ശാസ്ത്രജ്ഞൻ്റെ അടുത്ത് ഒരാൾ കൈ നീട്ടുമ്പോൾ ആദ്യം ആ വ്യക്തിക്ക് ഈ വ്യക്തി ആരാന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവ് കിട്ടും. ഇപ്പം എൻ്റെ കൈ ഞാൻ സാറിന് കാണിച്ചു തന്നു കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ സാറിന് മനസ്സിലാകുന്നതാണ്. തീർച്ചയായിട്ടും. എന്താണ് ഡൗട്ട്? ഞാനിവിടെ പറയത്തില്ല. അല്ല, എന്നാലും ഞാൻ ചോദിക്കണം, തീർച്ചയായിട്ടും നമുക്ക് ആ വ്യക്തിയുടെ ശരിക്കുള്ള ക്യാരക്ടർ നമുക്ക് അറിയാൻ പറ്റും. പ്രൊവൈഡഡ് ആ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ കൈ കാണിച്ച ഉടനെ നമുക്കറിയാതില്ല ആ വ്യക്തി ആഫ്റ്റർ അനലൈസിങ് ദ മൗണ്ട്സ്, ആഫ്റ്റർ അനലൈസിങ് ദ ലൈൻ, ആഫ്റ്റർ അനലൈസിങ്. നമ്മുടെ ഈ പാമിസ്ട്രി എപ്പോഴും നമുക്ക് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. കാരണം ഇവിടെ നമുക്ക് അതിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൂടെ എല്ലാം മിക്സ് ചെയ്ത് ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. നമ്മൾ പല ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഒരു ഇൻ്റർപ്രിട്ടേഷനിലൂടെ നമ്മളൊരു ഇതിലെത്തുകയാണ്. നമ്മൾ ഇൻ്റർപ്രിട്ടേഷനും റിയാലിറ്റിയും തമ്മിൽ എത്രത്തോളം സിമിലർ ആകുന്നു, എത്രത്തോളം നമ്മൾ സിങ്ക്രണൈസ് ആകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനമായ തത്വം. അപ്പോൾ ഇവിടെ നമ്മൾ വേറൊരു അഡ്വാൻസ് ലെവലിൽ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക, മാക്രോകോസവും മൈക്രോകോസവും എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ബ്രഹ്മാണ്ടവും പിണ്ടാണ്ടവും എന്ന് പറയും. അതായത് അണ്ടത്തിലുള്ളതേ പിണ്ടത്തിൽ എന്ന് പറയും തമിഴിൽ. അതായത് നമുക്ക് യൂണിവേഴ്സിൽ എന്തുണ്ട് അത് തന്നെയാണ് പഞ്ചഭൂത സിദ്ധാന്ത പ്രകാരം നമ്മുടെ ബോഡിയിലുള്ളത്. മനസ്സിലായോ? അപ്പോൾ യൂണിവേഴ്സിൽ എന്ത് ഉണ്ടെന്നുള്ളത് നമ്മുടെ ബോഡിയിൽ അതുപോലെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് പഞ്ചഭൂത അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ യൂണിവേഴ്സും നമ്മുടെ ബോഡിയുമായിട്ടുള്ള സിങ്ക്രണൈസേഷൻ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹസ്തരേഖാ ശാസ്ത്രജ്ഞൻ്റെ അടുത്ത് വരുന്ന വ്യക്തിക്ക് നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അഡ്വൈസസ് കൊടുക്കാൻ പറ്റും. വാട്ട് ഹി ഹാവ് ടു ഡു, വാട്ട് ഹി കാൺ ടു ഡു ദാറ്റ്, അല്ലെങ്കിൽ എന്താണ് അയാളുടെ സോൾ പർപ്പസ്, എന്തിനു വേണ്ടിയിട്ട് എന്ത് ടൈപ്പ് ഓഫ് ജോബാണ് അദ്ദേഹം ചെയ്യേണ്ടത്. അതാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ പ്യുവർ സോട്ട് അനാലിസിസ്. സോട്ട് അനാലിസിസ് ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും ഒരു വ്യക്തിക്ക് ഇന്റേണലി ഉള്ള കാര്യങ്ങളാണെങ്കിൽ ഓപ്പർച്യൂണിറ്റിയും ത്രെഡ്സും എക്സ്റ്റേണൽ ആണ്. അപ്പോൾ അൺലെസ് അതർവൈസ് ആസ് എ പേഴ്സൺ ആസ് ശില്പ യു ഡസൻറ്റ് നോ യുവർ വീക്ക്നെസ്, ഇറ്റ്സ് ബി എ ബിഗ് പ്രോബ്ലം അല്ലേ? അപ്പോൾ നമ്മളെപ്പോഴും വി ആർ ജസ്റ്റ് ട്രൈങ് ടു ലുക്ക് ഔട്ട്സൈഡ് വേൾഡിലോട്ട് മറ്റവരെന്ത് ചെയ്യുന്നു, മറ്റാൾക്കാർ എന്ത് ചെയ്യുന്നു, അടുത്ത വീട്ടിൽ എന്ത് നടക്കുന്നു, വാട്ടവർ. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന വിഷ്വൽസ് എന്താണ്? നമുക്ക് ഒരു പ്രയോജനവുമില്ലാത്ത, ഒരു കാര്യമില്ലാത്ത വിഷ്വൽസ് ആയിരിക്കും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ എന്തോരം ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നു. അതിന് പകരം നമുക്കുള്ളിലെ നമ്മളെ തിരിച്ചറിയാൻ നമ്മൾ എത്രത്തോളം സമയം സ്പെൻഡ് ചെയ്യുന്നു. അവിടെ നമ്മളൊരു മെഡിറ്റേറ്റീവ് ലെവലിലോട്ട് പോകുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തുകയാണ്. അപ്പം ഹസ്തരേഖാ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു തത്വം എന്ന് പറയുന്നത് സ്വയം അറിയുക. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി അറിയാൻ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ടൂളാണ് കൈ. മെഡിക്കൽ സയൻസ് പറയുന്നു ബ്രെയിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ നെർവ്സ് വരുന്നത് കയ്യിലോട്ടാണ്. മൈന്യൂട്ടായിട്ടുള്ള നെർവ്സ്, ഏറ്റവും കൂടുതൽ നെർവ്സ് നമ്മുടെ ഉള്ളം കയ്യിലാണ് ഏറ്റവും കൂടുതൽ നെർവ്സിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത്. എനർജി പാസ് ഓൺ ചെയ്യുന്നത് നമ്മുടെ ടിപ്സ് ഓഫ് ദ ഫിംഗേഴ്സിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഇത്രയും ടിപ്സ് ഓഫ് ദ ഫിംഗേഴ്സ് നമ്മൾ എത്രത്തോളം പ്യുവറായിട്ട് സൂക്ഷിക്കണമെന്നുള്ളത് നമ്മൾ തിങ്ക് ചെയ്യുക. ഇപ്പോഴത്തെ അമ്മമാർ കുഞ്ഞു കുട്ടികൾക്ക് പോലും ടച്ച് സ്ക്രീനെ കൊടുത്തിട്ട് അവർക്ക് പേഴ്സണാലിറ്റി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുഞ്ഞിന് ടച്ച് സ്ക്രീന് കൊടുത്തിട്ട് ആ കുഞ്ഞിനെ അവിടെ എടുത്തും ഈ കുഞ്ഞ് ഈ ഫിംഗർ മൈന്യൂട്ടായുള്ള ഫിംഗർ ടിപ്സിൽ വളരെ മൈന്യൂട്ടുള്ള ഈ നെർവ്സിൽ അതിൽ ഇലക്ട്രിക്കൽ ആ ഒരു സാധനത്തിൽ യൂസ് ചെയ്തിട്ട് അവരുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ലവ്, പാഷൻ, കമ്പാഷൻ, എമ്പതി ഒക്കെ ഇല്ലാണ്ടാകുന്നൊരവസ്ഥയിലോട്ട് കുട്ടി കൊണ്ടുപോവുകയാണ്. മനസ്സിലായി? അപ്പം നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനപരമായി ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഈ നമ്മള് ചില മുദ്രകളുണ്ടല്ലോ ഈ മെഡിറ്റേഷനിലൊക്കെ, അതിലെല്ലാത്തിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫിംഗർ ടിപ്സിലാണ്. എക്സാക്ട്ലി. കാരണം അവിടെയാണ് എനർജി. ഇപ്പോൾ നമുക്ക് ഓരോ മുദ്രകളും എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇപ്പം പഞ്ചഭൂത അപ്പം മുദ്രകളെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ജസ്റ്റ് ഈ നമ്മുടെ കൈകളിലെ ലൈൻസിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല എങ്കിൽ പോലും നമ്മുടെ ഈ കയ്യിൽ 5 ഫിംഗേഴ്സും 5 പഞ്ചഭൂത തത്വങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ തമ്പെന്ന് പറയുന്നത് പഞ്ചഭൂത തത്വങ്ങളിലെ അഗ്നീനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫിംഗറാണ്. നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നത് വായുവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഫിംഗറാണ്. നമ്മുടെ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ഫിംഗർ എന്ന് പറയുന്നത് ആകാശത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിംഗ് ഫിംഗർ ഭൂമിയെ റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മുടെ പിങ്കി ഫിംഗർ ജലത്തെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫിംഗേഴ്സ് തമ്മിൽ നമുക്ക് ചില കോമ്പിനേഷൻസ് നമ്മൾ എനർജിയെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില എനർജീസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചില മുദ്രകൾ വഴിയും ഈ പാമിസ്ട്രിയിലൂടെ നമുക്ക് ചില ആൾക്കാരുടെ ചില നെഗറ്റീവ്സ് മനസ്സിലാക്കുമ്പോൾ മുദ്ര വഴിയും അവർക്ക് സജഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ക്ലയൻസിൻ്റെ കൂടെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ പ്യുവർലി സൊല്യൂഷൻ ഓറിയൻറ്റഡ് ആണ്. ഐ എം നോട്ട് ഹൈലൈറ്റിംഗ് ദ
problems. And people doesn't want to hear about their problems. Problems They want to be ഉള്ളതുകൊണ്ടാണല്ലോ അവര് അവർ വരുന്നത് തന്നെ. അപ്പം doesn't want to be highlight the problem. I just giving the solution instead of saying them this is a problem for you have to do nothing like that. ഇപ്പം ഞാൻ അവർക്ക് ഡയറ്റ് ഫുഡ് എന്തൊക്കെമായ സാത്വികമായ ഫുഡ് കഴിക്കുന്ന മെത്തഡോളജി പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ അവർക്കൊരു മെഡിറ്റേഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, ഒക്കെ ചെയ്യാം. അപ്പോൾ കയ്യിലെ ലൈൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഇല്ല. ഓക്കെ, ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ കുറച്ച് ഡീപ്പായി പോയി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മള് കയ്യിലെ രേഖകൾ ശരിയാണ്, ബേസിക് എന്ന് പറയുന്നത് രേഖകൾ തന്നെയാണ്. ഇപ്പൊ എന്റെ കൈ നോക്കുകയാണെങ്കിൽ കുറച്ച് രേഖകളെ എനിക്ക് കാണാറുള്ളൂ, പക്ഷെ ചില കൈകളിൽ ഒരുപാട് രേഖകൾ നമുക്ക് കാണാറുണ്ട്. അതുപോലെ തന്നെ എന്റെ 2 കൈകൾ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ കയ്യിലെ രേഖകളല്ല ഈ കയ്യിലുള്ളത്. ഇതിനൊക്കെ ഡിഫറൻസ് എങ്ങനെയാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സ്ത്രീയും പുരുഷനും ദൈവത്തിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൃഷ്ടികളാണ്. ഇവിടെ നമ്മളൊരു കൈ ഹസ്തരേഖാ ശാസ്ത്രത്തിലെ ബേസിക് റൂള് പറയുന്നത്, നമ്മളൊരു കൈ അനലൈസ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ബോത്ത് ദ ഹാൻഡ്സ്. നമ്മൾ 2 കൈയും നോക്കിയിട്ട് തന്നെയാണ് പ്രഡിക്ഷൻസ് പറയേണ്ടത്. ഇപ്പോൾ ഒരു പുരുഷൻ, ഒരു മെയിൽ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റ് ഹാൻഡ് സേസ് അബൌട്ട് ദ പ്രസന്റ്, ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സേസ് അബൌട്ട് ഹിസ് പാസ്റ്റ് ബർത്ത്, അല്ലെങ്കിൽ വാട്ട് ഹീ സപ്പോസ് ടു ബി, എങ്ങനെ ആയിരുന്നിരിക്കണം എന്നുള്ളത് പുരുഷന്റെ ഇടത് കൈയും, എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലത് കൈയും പറയുമെന്ന്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്ത്രീ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്ത്രീ. സ്ത്രീയുടെ ഇടത് കൈ ദ പ്രസന്റും വലത് കൈ അവളുടെ പാസ്റ്റ് ബർത്തും, അല്ലെങ്കിൽ എങ്ങനെ ആയിരുന്നിരിക്കണം എന്നുള്ളതും വലത് കൈ പറയും. ഇനി തിരിച്ച് പുരുഷനടുത്തോട്ട് വരുമ്പോൾ, എൻ്റെ ആസ് എ പേഴ്സൺ, ഐ ആം ആസ് എ മെയിൽ, ഞാൻ എൻ്റെ ആക്റ്റീവ് ഹാൻഡ് ലെഫ്റ്റ് ആണെങ്കിൽ ഇത് വൈസ് വേഴ്സ ആകും. ശരി, ഓക്കെ. ഞാൻ ലെഫ്റ്റ് ഹാൻഡഡ് പേഴ്സൺ ആണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പെർസെന്റും റൈറ്റ് ഹാൻഡ് പാസ്റ്റും പറയും. സ്ത്രീക്കാണെങ്കിൽ പക്ഷെ മാറ്റങ്ങൾ വരില്ല. സ്ത്രീക്ക് മാറ്റം വരുന്നില്ല. അവിടെ ആക്റ്റീവ് ഹാൻഡിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നു. അവിടെ ആക്റ്റീവ് ഹാൻഡ് ലെഫ്റ്റ് ആകുമ്പം അത് അദ്ദേഹത്തിന്റെ പ്രസന്റ് എന്നുള്ള ഒരു സ്റ്റേറ്റിലോട്ട് നമ്മൾ പോകുന്നു. ഇതാണ് അതിലൊരു ഡിഫറൻസ്. ഇനി രേഖകളെ കുറിച്ച് പറയുമ്പം, ഏതൊരു വ്യക്തിക്ക് 3 ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്സ് ഉണ്ട്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ്. ആസ് എ പേഴ്സൺ, ആസ് എ ശില്പ ആസ് എ പേഴ്സൺ, ഒരു 3 ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? അച്ഛൻ, അമ്മ, മൂന്നാമത്തത് സഹോദരങ്ങളാകാം, അതല്ലെങ്കിൽ ഭാവിയിൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ജീവിത പങ്കാളിയായി വരുന്ന ഒരാളാണ്. അതാണ്. അപ്പം അച്ഛൻ, അമ്മ, പാർട്ട്ണർ എന്ന് പറയുന്ന 3 ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ്. ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടുതലും പാമിസ്ട്രിയിൽ നമ്മൾ വെസ്റ്റേൺ വേ ഓഫ് തോട്ട്സ് ആണ് നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെസ്റ്റേൺ രീതിയിൽ നമ്മൾ കൂടുതലും ഇന്ത്യയിൽ നിന്നാണ് ഈ ഒരു സംഭവം പോയെങ്കിലും, നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ, പാമിസ്ട്രിയെ ചെയ്യുന്ന ആൾക്കാരെ ഒരു എന്താ പറയുക, they doesn't respect them. Those, as you rightly starting the conversation, what you said is that those who are sitting in the street, ladies and other things. See, the way of thoughts is, your visuals is coming only to the person, those who are sitting in the street and are calling the people like. And I just want to make it very clear, palmistry is not mean for prediction. Palmistry is not at all mean for prediction. Palmistry is purely mean for personality analysis. അതൊരു വ്യക്തിക്ക് സ്വയം അറിയാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ടൂളാണ്. ബൈബിളിൽ പോലും വചനം, യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 7-ാം പദ്യം പറയുന്നുണ്ട്, ദൈവം അവന്റെ കൈകളിൽ അവനെക്കുറിച്ച് അറിയാൻ മുദ്രകൾ സ്ഥാപിച്ചു എന്ന് ബൈബിളിൽ പോലും വചനങ്ങളുണ്ട്, പറയുന്നു. നമ്മളെ മനസ്സിലാക്കാനുള്ളതാണ്, നമ്മുടെ മനസ്സിലാക്കാനും. അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് സ്വയം കൂടുതൽ മനസ്സിലാക്കുമ്പോൾ prediction will come as a complementary. നമ്മൾ സ്വയം മനസ്സിലാക്കുമ്പോൾ we know what is our sole purpose. That's a prediction. And once we know that what the job is supposed to do, that is also prediction. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് 3 ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, പിതാവ് എന്ന് പറയുമ്പോൾ അച്ഛൻ, ഫാദറിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ആയുസ് കിട്ടുന്നു. അപ്പോൾ പിതാവ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൈയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈനായ ആയുർരേഖയെ നമുക്ക് പറയാം. ആയുർരേഖ എന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവിരലിൻ്റെ താഴെയിൽ നിന്ന് നമ്മുടെ മൗണ്ട് ഓഫ് വീനസിനെ കവർ ചെയ്ത് നമ്മുടെ മണിബന്ധത്തിൽ എത്തി നിൽക്കുന്ന ഈ രേഖയാണ് ആയുർരേഖ എന്ന് പറയുന്നത്. ഈ ആയുർരേഖയ്ക്ക് നമുക്ക് ലൈഫ് ലൈൻ എന്ന് പറയാം. അതിന് ഇന്ത്യൻ ബേസിക് റൂൾ ബേസ് ചെയ്തിട്ട് നമുക്കതിന് പിതൃരേഖ എന്നും പറയാം. അപ്പോൾ അതിന് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ആയുർരേഖയുടെ ഇമ്പോർട്ടൻസ് ബേസ് ചെയ്തിട്ട് നമ്മുടെ ജീവോർജ പ്രവാഹം, നമ്മുടെ ബോഡിയിലെ ജീവോർജത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആത്മബലത്തെക്കുറിച്ച് അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ പവറിനെ കുറിച്ച് അറിയാൻ പറ്റും. കാരണം പിതാവിൽ നിന്ന് കിട്ടുന്ന എന്താണ്? ആയുസ്. അപ്പോൾ ആയുർരേഖ എന്ന പേര്, ലൈഫ് ലൈൻ എന്ന പേര്, അതോടൊപ്പം തന്നെ പിതൃരേഖ എന്ന
ഭാരതീയ ജ്യോതിഷത്തിൽ പറയുന്ന ഒരു പേരും കൂടെ ഇതിനുള്ളത് കൊണ്ട് ഇത് പിന്നെ പിതാവിനെ ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാം. അപ്പം ഈ ജീവോർജത്തിൻ്റെ ഒഴുക്കിനെയും നമ്മുടെ ആത്മബലത്തിൻ്റെയും നമ്മുടെ ആത്മസാക്ഷാത്കാരത്തിൻ്റെയും ഒക്കെ പരിപൂർണമായ ഒരു തലത്തിലോട്ട് നമുക്ക് ഈ രേഖയെ കൊണ്ടുപോകാം. അപ്പം നമ്മുടെ ഒരു കൈ അനലൈസ് ചെയ്യുന്ന വ്യക്തി ആദ്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ബേസിക് റൂൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ലൈൻ എങ്ങനെയാണ്. കാരണം പുരാണങ്ങളിൽ പറയുന്നുണ്ട് ആയുസ് ഇല്ലെങ്കിൽ ഫലം പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന വ്യക്തി and if there will be a manufacturing date for a medicine, of course there will be an expiry date. It is not a permanent place for anyone there here അല്ലേ. അപ്പോൾ ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. പക്ഷെ അതല്ല, ഒരു ഷോർട്ട് സ്പാനിൽ അയാൾക്ക് ഉണ്ട്. ഒരു നോർമലി നമ്മുടെ ഹസ്തരേഖാ ശാസ്ത്രത്തിൽ പറയുന്ന 120 വയസ്സാണ് ഒരു പുരുഷന്റെ ആയുസ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ അത് ലോപിച്ച് 80 നമുക്ക് എത്തിക്കുന്നു പറയാം, 80 എന്നൊക്കെ പറയാം. ആ ഒരു ലൈഫ് സ്പാൻ ഉണ്ടോ എന്നുള്ളതും നമുക്ക് ഈ ലൈൻ ബേസ് ചെയ്തിട്ട് പറയാൻ പറ്റും. അപ്പൊ നമ്മള് എന്താ പറയാ, എത്ര വയസ്സ് വരെ നമ്മൾ ജീവിക്കും എന്നുള്ളത് നമുക്ക് കൈ നോക്കി പറയാൻ പറ്റും, നമുക്ക് അനലൈസ് ചെയ്ത് പറയാൻ പറ്റും. പക്ഷെ ആ ഒരു സ്റ്റേജിലോട്ട് നമ്മൾ ഒരാളെടുത്ത് പറയേണ്ട കാര്യമില്ല. ലെറ്റ് ഹിം ലീവ് ഇൻ ദ പേഴ്സൺ, ലെറ്റ് ഹിം എൻജോയ് ദ ലൈഫ്. Once you know about the date of your death, how come you can enjoy the life? പേടിച്ച് ജീവിക്കേണ്ടി വരും. അത് നമ്മൾ ഇതിനെ മനഃശാസ്ത്രമായി ബന്ധപ്പെടുത്തുക. നമ്മൾ ഇതൊരു മനുഷ്യന്റെ പോസിറ്റിവിറ്റിക്ക് മാത്രം യൂസ് ചെയ്യുക. ഞാൻ എൻ്റെ കഴിവുകൾ മറ്റുള്ളവരെ കാണിക്കുക എന്ന രീതിയിൽ ഒരിക്കലും ഒരു പാമിസ്റ്റ് ഈ ഒരു ശാസ്ത്രത്തെ ഉപയോഗിക്കരുത്. ഇറ്റ് ഷുഡ് ഡു ഇറ്റ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആയുർരേഖയെ കുറിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ രണ്ടാമത് പറയാം. രണ്ടാമത് നമ്മൾ പറയുന്നത് ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരോരേഖ എന്ന് പറയുന്ന രേഖ. ഇതിന് ഭാരതീയ രേഖ ജ്യോതിശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഹസ്തരേഖ ജ്യോതിഷത്തിൽ മാതൃരേഖ എന്നും പേരുണ്ട്. അമ്മയിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? നമ്മുടെ ഈ ശരീരവും മനസ്സും അമ്മയിൽ നിന്നാണ് കിട്ടുന്നത്. അച്ഛനിൽ നിന്ന് ജീവൻ കിട്ടുകയാണെങ്കിൽ അമ്മയിൽ നിന്ന് നമുക്ക് ശരീരവും മനസ്സും കിട്ടുകയാണ്. അപ്പോൾ ആ കാര്യങ്ങൾ, നമ്മുടെ മനസ്സ് എങ്ങനെയാണ്, നമ്മുടെ ബുദ്ധിശക്തി എങ്ങനെ യൂസ് ചെയ്യുന്നു, ദിസ് ഈസ് എ മേജർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലൈൻ ഇൻ ദ പാമിസ്ട്രി. ഇതിലാണ് കൂടുതൽ പ്രഡിക്ഷൻ നിൽക്കുന്നത്. ആ വ്യക്തി എങ്ങനെ ബുദ്ധിയെ യൂസ് ചെയ്യുന്നു, വാട്ട് ഹീ തിങ്ക്, അദ്ദേഹം ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്ന രീതിയാണ്, അദ്ദേഹത്തിന് ഏത് ജോബാണ് കൂടുതൽ ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന് ശിരോരേഖ എന്ന് പേര് കിട്ടുന്നത്. അത്രയും പവർഫുൾ ആയിട്ടൊരു ലൈനാണ് ശിരോരേഖ അല്ലെങ്കിൽ മാതൃരേഖ. അവിടെ മനസ്സിനെ അവിടെ റെപ്രസെന്റ് ചെയ്യാണ്, മനസ്സിന്റെ ചിന്തകൾ എങ്ങനെയാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ സെക്കൻഡ് രേഖയായ നമ്മുടെ മാതൃരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ അല്ലെങ്കിൽ ശിരോരേഖയെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ക്വൈറ്റ് നാച്ചുറലി ദ മൂന്നാമത്തെ ലൈൻ നത്തിങ് അതർ ദാൻ ഹാർട്ട്. അത് നമുക്ക് ബന്ധരേഖ എന്ന് പറയാം. പ്രണയത്തെയും നമ്മുടെ ഇമോഷണൽ ഫീലിങ്സിനെ കുറിച്ചും ഹൃദയത്തിൻ്റെ, അതിന് ഹൃദയവുമായിട്ടാണ് ബന്ധം. ഈ സെൻട്രലുള്ള ലൈന് മനസ്സുമായിട്ടാണ് ബന്ധമെങ്കിൽ ഇതിന് ഹൃദയം കൊണ്ടാണ് ബന്ധം. ഇപ്പം ഹൃദയബന്ധം എന്ന് പറയുമ്പോൾ പ്രേമബന്ധങ്ങളെല്ലാം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഹൃദയം കൊണ്ടല്ലേ കാമുകന്മാരെ സംസാരിക്കുന്നത്. ഹൃദയമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് പ്രണയരേഖ എന്നോ ബന്ധരേഖയോ എന്നൊക്കെ പറയാം. അപ്പം ഇത് ഹൗ ദ പേഴ്സൺ വിൽ ബി എ റൊമാൻറ്റിക്, ഹൗ കം ഹി ക്യാൻ എക്സ്പ്രസ് ഹിസ് റൊമാൻസ് ടു ദ പേഴ്സൺ, ഹൗ ഹി ക്യാൻ ഡീൽ ടു ആൻ ഓപ്പോസിറ്റ് ജെൻഡർ പേഴ്സൻ്റെ അടുത്ത് എത്രത്തോളം റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്, അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പാഷൻ, അദ്ദേഹത്തിൻ്റെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന കലാപരമായ ചില വാസനകൾ. പ്രണയം എന്ന് പറയുന്നത് ഒരു പുരുഷന് സ്ത്രീയോടുണ്ടാകുന്നത് മാത്രമല്ല, പ്രണയം അമ്മയോടുണ്ടാകാം, പൂവിനോടുണ്ടാവാം. സ്നേഹമാണ് പ്രണയം എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ ലവ് ആണ്, ഹൃദയത്തിൽ നിന്ന് വരുന്ന, ഹൃദയത്തിന് ലോജിക്കൊന്നുമില്ല. ഇറ്റ് ഷുഡ് ബി ലൈക്ക് അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പോൾ അത് എത്രത്തോളം അദ്ദേഹം ക്രിയാത്മകമായി യൂസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഭാവന എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ കലാപരമായ സൃഷ്ടികളുടെ ക്വാളിറ്റി എങ്ങനെയാണ്, ആ ക്രിയേറ്റിവിറ്റി എങ്ങനെയാണ്. 100% ഇറ്റ്സ് മെൻഷൻ അബൌട്ട് ദ ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇതിന് മാരേജുമായിട്ടും ബന്ധപ്പെടുത്തുന്നത്. ഇതാണ് 3 മേജർ ലൈൻസ്. ഈ 3 രേഖകൾ എല്ലാവർക്കും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഈ പറയുന്ന ഹൃദയരേഖയും ബുദ്ധിരേഖയും ഒന്നായി സെമിയൻ ലൈൻ അല്ലെങ്കിൽ വ്യാസരേഖ എന്ന് പറയുന്ന ലൈൻ ഉണ്ടാകുന്ന ആൾക്കാരുമുണ്ട്. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് നമുക്ക് പറയാം. അതിപ്പോ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീവിയേറ്റ് ചെയ്യണ്ട, അത് ചോദിക്കാം. സെമിയൻ ലൈൻ അല്ലെങ്കിൽ വ്യാസരേഖ എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ഇത് 3 ലൈൻ അല്ലാണ്ട് നമുക്ക് മേജർ ആയിട്ടുള്ള മറ്റൊരു ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഫെയ്റ്റ് ലൈൻ, വിധിരേഖ. ഇതാണ് നമ്മുടെ ഫെയ്റ്റിനെ നിശ്ചയിക്കുന്നത്. നമ്മൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത്. സെൻട്രലിൽ വരുന്ന നമ്മുടെ നോർമലി മണിബന്ധത്തിൽ നിന്ന് ആരംഭിച്ച് മൗണ്ട് ഓഫ് സാറ്റേണിൽ എൻഡ് ചെയ്യുന്ന ലൈൻ, ലെങ്തി ആയിട്ടുള്ള ലൈനിനെ നമുക്ക് ശനിരേഖ അല്ലെങ്കിൽ ഫെയ്റ്റ് ലൈൻ, വിധിരേഖ എന്നൊക്കെ പറയും.
അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുണ്ട് ആ വ്യക്തി എത്രത്തോളം ക്രിയാത്മകമായി വർക്ക് ചെയ്യുന്നു, എവിടെ നിന്നാണ് ഫെയിൽ ലൈൻ പുറപ്പെടുന്നത്. ഇത് മൗണ്ട്സ് ഒക്കെ ഉണ്ട് കയ്യിൽ, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഫെയിൽ ലൈൻ, പിന്നെ നമുക്ക് സൂര്യരേഖ, ഒരുപാട് രേഖകളുണ്ട്. ഈ മേജർ രേഖാസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഈ പറയുന്ന മേജറായിട്ടുള്ള 4-5 രേഖകളാണ് നമ്മൾ മേജറായിട്ട് പറയുന്നത്. പിന്നെ ഇതിനകത്ത് രേഖകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ രേഖകൾ മൗണ്ട്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടും ഓരോ ഫിംഗേഴ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരുപാട് രേഖകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഓക്കെ, ഈ പാമിസ്ട്രിയുടെ ഒരു സ്കോപ്പ് എങ്ങനെയാണ്? എത്രത്തോളം കൃത്യമായിട്ട് ഒരാളെ കുറിച്ച് സംസാരിക്കാം? ഈ രേഖകൾ എത്രത്തോളം കൃത്യമായിട്ടാണ് ഒരാളുടെ എന്താ പറയാ ഭാവി, അതല്ലെങ്കിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ സ്വഭാവം അനലൈസ് ചെയ്യുന്നത്? ഓക്കെ, എത്ര കൃത്യമായിട്ടാണ് ഒരാളെക്കുറിച്ച് പറയാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ആൾമോസ്റ്റ് ഒരു 90% ഓഫ് ദ പ്രോബ്ലം സോൾവ് ആയി കഴിയും. ഓഫ് കോഴ്സ് നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രോബ്ലത്തിൻ്റെ ഒക്കെ കാര്യം എന്ന് പറഞ്ഞാൽ വി ഡസന്റ് നോ അബൌട്ട് അസ്. നമുക്ക് നമ്മളെക്കുറിച്ച് സ്വയം അറിയില്ല, അല്ലേ? വി ഓൾ ആർ ലീവിങ് അബൌട്ട് വാട്ട് ദ പീപ്പിൾ മെൻഷൻ അബൌട്ട് അസ്. മറ്റുള്ളവരുടെ അഭിപ്രായം, മറ്റുള്ളവർ എന്ത് നമ്മളെ പറ്റി പറയുന്നു എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. വേറൊരു തലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വി ഓൾ ആർ ഹിയർ ഫോർ റെക്കഗ്നേഷൻ. നമ്മൾ അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ ശില്പ എന്ന വ്യക്തി ആസ് ആൻ ഇന്റർവ്യൂ വാട്ട് ദ പർപ്പസ് യു ബീൻ ഹിയർ എന്ന് വെച്ചാൽ ഐ ഹാവ് ടു ബി റെക്കഗ്നൈസ്ഡ്, ഐ വാണ്ട് ടു ബി ദ വേൾഡ് ഫേമസ്, ഐ വാണ്ട് ടു ബി റെക്കഗ്നൈസ്ഡ് ബൈ ദി media and be the best interviewer of the world, something like. So that is what we hear. Avada you doesn't know who you are really. Avada ആ വ്യക്തി ആരെന്ന് പൂർണ്ണമായിട്ട് അറിയുക. അതിന് നമുക്ക് കർമ്മസിദ്ധാന്തത്തിലോട്ട് പോവാം. നമുക്ക് അടിസ്ഥാനപരമായി അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തൊക്കെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഹെൽത്ത് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് നൗ ഡേയ്സ്. വെൽത്തിനേക്കാളും ഹെൽത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഹെൽത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവയർനെസ് ഉണ്ടാവേണ്ട ഹെൽത്തിനെ പറ്റി തന്നെയാണ്. കയ്യിൽ രോഗങ്ങൾ വരുന്നതിന് മുമ്പുള്ള ഇൻഡിക്കേഷൻസ് എല്ലാം കയ്യിൽ വരും. കാരണം ബ്രെയിനിൽ നിന്ന് ഏറ്റവും കൂടുതൽ നെർവ്സ് വരുന്ന കയ്യിലോട്ടായതുകൊണ്ടും ബ്രെയിനിൻ്റെ നമ്മുടെ സഹസ്രാര ചക്രത്തിലാണല്ലോ നമ്മുടെ ഈ പ്ലാനറ്ററിയുടെ റേസസ് ഒക്കെ പതിക്കുന്നത്. ക്വൈറ്റ് നാച്ചുറലി അവിടെ ഉണ്ടാകുന്ന വേരിയേഷൻസ് എല്ലാം തന്നെ മൗണ്ട്സിലും നഖത്തിലും ഒക്കെ ബേസിക്കിൽ തരുന്ന ചില സിമ്പിൾസ് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പോൾ രോഗങ്ങളുടെ ഇൻഡിക്കേഷൻ വാട്ട് ദ ടൈപ്പ് ഓഫ് ഡിസീസ് ദ പേഴ്സൺ സപ്പോസ് ടു ബി ഹാപ്പൻ എന്നുള്ളത് നമുക്ക് കയ്യിലോട്ട് അറിയാൻ പറ്റും. പിന്നെ അദ്ദേഹത്തിൻ്റെ സോൾ പർപ്പസ് എന്താണ്, അദ്ദേഹം ഏത് ജോബ്, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ്, ഈ പല സ്റ്റുഡൻസും അവർക്ക് ഇഷ്ടമുള്ള ജോലിയിലാണോ അവർ പോകുന്നത്? അവരിപ്പോൾ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ കുട്ടികൾ, ഇവിടെ ഞാൻ നമ്മളെ എന്താ പറയുക അന്തർലീനമായ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ഇൻബോൺ ആയിട്ടുള്ള ചില ക്വാളിറ്റി. ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു ദ റിയലിസ്റ്റിക് തിങ്. ലൈക്ക് അടുത്ത വീട്ടിലെ കുട്ടി പാട്ട് പാടിയിട്ട് സ്കൂൾ ഫസ്റ്റായി. ആ കുട്ടി നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ അമ്മയ്ക്ക് സ്വന്തം മോളെ പാട്ട് പഠിപ്പിക്കണം. അടുത്ത വീട്ടിലെ കുട്ടി പാട്ട് പാടി സ്കൂൾ ഫസ്റ്റായി. ഈ കുട്ടിയെ തട്ടിക്കൂട്ടി പാട്ടിനെ വിട്ടു. 2 മാസമായി, 3 മാസമായി, 1 വർഷമായി, ഒരു യൂസും ഇല്ല. അവിടെ ആ മറ്റേ കുട്ടിക്ക് ഇൻബോണായിട്ടുള്ള ഒരു കഴിവ്, അന്തർലീനമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. അവർ പ്രീവിയസ് ബർത്തിൽ അവർ ചിലപ്പോൾ പാട്ടുകാരി ആയിരുന്നിരിക്കും. അപ്പോൾ ഇത് അന്തർലീനമായ ക്വാളിറ്റി അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ട് അമ്മയുടെ കമ്പൽഷൻ ഈ കുട്ടി പോയി സംഗീതം, എന്താ കാര്യം? ഒരു കാര്യമില്ല, പൈസ പോയി, പിന്നെ മ്യൂസിക് പഠിപ്പിക്കുന്ന ആളിന് കുറച്ച് കാശ് കിട്ടി, ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടിക്ക് സ്വയം കൈ നോക്കിക്കൊണ്ട് അത് കലാപരമായ കൈ ആയിരുന്നോ? കയ്യിൽ തന്നെ 7 ജാതി കൈകളുണ്ട്. 7 ജാതി ചതുരം, സാത്വികം, സ്തൂപികം, ആധ്യാത്മികം, അധമം, മിശ്രണം എന്നൊക്കെ പറഞ്ഞിട്ട്, കലാഹസ്തം എന്നൊക്കെ പറഞ്ഞിട്ട് 7 ജാതി കൈകളുണ്ട്. കൈ കാണുമ്പോൾ തന്നെ വാട്ട് ടൈപ്പ് ഓഫ് കൈ, കോണിക്കൽ ഹാൻഡ് ആണോ, സ്ക്വയർ ഹാൻഡ് ആണോ, ആർട്ടിസ്റ്റിക്കൽ ഹാൻഡ് ആണോ, അധമമായ ഹാൻഡ് ആണോ, മിശ്രമായ ഹാൻഡ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ നമ്മൾ പല ആൾക്കാർ പല സ്കൂൾ ഓഫ് തോട്ട്സ് പല പേരുകൾ പറയുന്നുണ്ട്. ചിലവർ വാട്ടർ ഹാൻഡ്, ഫയർ ഹാൻഡ് എന്നൊക്കെ പറയുന്ന പഞ്ചഭൂതങ്ങളെ റിലേറ്റ് ചെയ്തിട്ടുള്ള വാട്ട് എവർ ദ നെയിം, there will be a categorization.